ഇനി നേരെ സിംഗനല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോണേ. അവിടേക്ക് ഞങ്ങൾക്ക് വേറൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ്. പോണ വഴിയിൽ ഒരു ലേക്ക് കണ്ടു കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ലേക്കാണ് ആ സൈഡിൽ മൊത്തം. എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി നാണക്കടല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു ലേക്ക് തിരഞ്ഞെടുത്തു. ആ പോണ കണ്ട ആംബുലൻസ്, എത്ര ആംബുലൻസാണ് പോയി എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അത്രയും ഞാൻ കുറേയൊക്കെ ഞാൻ എണ്ണിയിട്ടാ കണ്ട. ആ മെഡിക്കൽ കോളേജ് കോയമ്പത്തൂർ അവിടെ തൊട്ട് അങ്ങോട്ടാണ് കേട്ടോ പോണത് സ്പീഡിൽ. ഇതാ വഴി കൂടെ നമുക്ക് കാണാൻ പറ്റും ആംബുലൻസ് പോണത്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം എന്നിട്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് വീഡിയോ പിടിക്കാവുന്ന രീതിയിൽ അതിന് വീണ്ടും പോന്നു. അവിടെ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകൾ, അങ്ങനെ LICയുടെ അങ്ങനെ എല്ലാ വലിയ വലിയ വമ്പൻ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും. അതിനുശേഷം അവിടെ ലേക്കിൻ്റെ കവാടാണ് കേട്ടത്. അവിടെ ഇറങ്ങി കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞാൽ നടന്നു. ഒരു കോയമ്പത്തൂരിൻ്റെ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ലേക്കാണ്. പക്ഷേ തമിഴ്നാട്ടിൽ വെള്ളത്തിനും ഭയങ്കര പഞ്ഞാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത്രയും ലേക്കിൽ ഇതൊക്കെ വെള്ളമല്ലേ എന്ന് ആലോചിക്കണം ഞാൻ. പക്ഷെ വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈവനിങ് വാക്കിനൊക്കെ കുറേ പേര് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ സൈഡ് ഫുള്ള് ഫ്ലാറ്റുകളാണ്. കോയമ്പത്തൂർ നഗരത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു ഏരിയയാണിത്. ഇവിടെ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റുകളും അങ്ങനെയായിട്ട് ഭയങ്കര ബഹളം. ഇവിടെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫിഷ് മാർക്കറ്റ്, ചിക്കൻ, അതുപോലെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ ഒരു ഏരിയയിലാണ്. നല്ല തിരക്ക് ഏത് സമയം അവിടെ ലേക്കാണ്. ഞങ്ങൾ കുറച്ച് ദൂരെ പോയിട്ടുണ്ട്. ഉള്ളിൽ പാർക്കൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ പാർക്ക്, അതുപോലെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. അപ്പോൾ അവിടെ ഒരു പയ്യൻ കിട്ടണം. കുറേ നേരം മീൻ പിടിക്കുന്നുണ്ട്. 2 മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലുള്ളൊരു കരിപ്പിടി വന്നിട്ട് 2 കരിമീനാണ് ഉണ്ട്. ഇവിടെ വീട്ടിൽ പിടിച്ച് കുറേ നേരം ഞങ്ങൾക്ക് കാട്ടി ഷോ കാട്ടി ഞങ്ങളെടുത്ത്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നിട്ട് അവിടെ മീൻ കിട്ടുന്ന രീതിയിൽ ഞങ്ങൾ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 2 ദിവസം മുൻപ് ചൂണ്ടിട്ടിട്ട് ഇപ്പം പിടിച്ച പോലെ എനിക്ക് തോന്നിയത്. കാരണം മണിക്കൂറോളം ഞങ്ങളും കുറേ നേരം നോക്കുന്നു കിട്ടാം. ഇപ്പം മീൻ കിട്ടി, ഇപ്പം മീൻ കിട്ടുന്നു എനിക്കറിയില്ല. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ മീൻ കൊടുത്തത്. എവിടെ നിന്നാണോ ആളത് തപ്പി പിടിച്ചെടുത്തത്. 2 മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും. പോവാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. സുബേ മീൻ ഇപ്പം കിട്ടും, മീൻ ഇപ്പം കിട്ടും. എന്നിട്ട് ഞാൻ പ്രതീക്ഷയോട് കൂടി ക്യാമറ മുടിച്ച് നിൽക്കാനായിട്ട് ഇപ്പം ആ മീൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് മീൻ പോയിട്ട് ഒരു തവളനെ പോലും ഞാൻ അതിൽ കണ്ടില്ല. അവിടെ നിറയെ ചെറിയ ചെറിയ ഇങ്ങനെ കമ്പ് പോലെ വെച്ചിട്ട് അതിനെ കയറി നിന്നിട്ട് ചെടിയുണ്ട്. അവിടെ ചാടി കയറുക. അവസാനം ഞങ്ങൾ പോവാനായിട്ട് ചെങ്കന്നൂർക്ക് പോണ വഴിയിൽ കണ്ട തമിഴ്നാട് കർഷകൻ്റെ ചിഹ്നം. എന്നിട്ട് പോണത് എങ്ങോട്ടാണ്? ആനന്ദാസിൽ സ്വീറ്റ്സിന് നല്ല അടിപൊളി വെറൈറ്റി സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവിടെ കേക്കിനൊക്കെ പകുതി വിലയുള്ളൂ എന്നും പറഞ്ഞ് നീലായിട്ട് ഭയങ്കര ഡയലോഗ്. നമുക്കൊന്ന് ആനന്ദാസിൽ കയറി നോക്കിയാലോ എന്ന് ഞങ്ങൾ പറഞ്ഞു. വേറെ ഒന്നുമില്ല, കാണാമല്ലോ എന്താണ് ഇപ്പോൾ അവിടുത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എന്നറിയാം. 2 സൈഡായിട്ട് അങ്ങനത്തെ സ്നാക്സ് ആണെങ്കിൽ കേക്ക് മാത്രമാണ്. ഞങ്ങൾ ആദ്യം കേക്കിൻ്റെ അതിലേക്ക് കയറി. അതിന് ഫ്രണ്ടിൽ ചെറിയൊരു അമ്പലം. അവിടെയൊക്കെ പോയിട്ട് നല്ല രസമായിട്ട് ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ ഫ്രണ്ടിലൊക്കെ ചെറുതായിട്ട് നല്ല രസമാണ്. മരത്തിൻ്റെ ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് ഇതിലോട്ട് വരുന്നു. കേക്ക് ചില കേക്കുകൾക്ക് മാത്രമേ ഓഫറുള്ളൂ എന്ന്. ഒരു ദിവസം ഐസ് കേക്കിനാണെങ്കിൽ ഇന്നുള്ളത് ഒരു നല്ലൊരു വില കൂടിയ ഐറ്റത്തിന് 2000 രൂപയുടെ പകുതി വില 1000 രൂപ അങ്ങനെ എന്താണ് കേട്ടോ ഇന്നുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോഴത്തെ സ്നാക്സിൻ്റെ അവരുടെ അതിലോട്ട് കയറി. സ്വീറ്റ്സും സ്നാക്സും എന്താ ഒരു സ്മെല്ലും. കാണാത്ത എന്തൊക്കെ ഐറ്റാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും മധുരപലഹാരങ്ങൾ. അവിടെ ഇല്ലാത്ത ഒരു ഐറ്റില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് കടയുണ്ട്. അപ്പോൾ അവൾക്ക് ആദ്യം കൊണ്ടുപോയിട്ട് യാത്രയാണ്. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ അവസാനം ഞങ്ങൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും കൂടിയിട്ട് കേട്ടോ. സിംഗനല്ലൂർ പട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവരുടെ വീട്. ഇവിടെ ഒരു എക്സ്ട്രാ ഓർഡിനറി അമ്മ, ഒരു എനർജി എനർജറ്റിക് അമ്മ.